അതിപ്പോ അടുത്ത ആഴ്ചത്തേക്കാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു സെക്കൻഡ്, എനിക്കൊരു കോൾ വരുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്. ആ സർ, ഗുഡ് മോർണിംഗ്. ഞാൻ ശ്യാമയാണ്, സിംഗർ. ഓ ആ, എന്താ മേഡം? റാം സാറിനൊന്ന് കിട്ടുമോ? ഞാൻ അദ്ദേഹത്തെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അത് റാം സാറ് ഒരു അർജന്റ് മീറ്റിംഗിലാ, ഫോൺ എടുക്കാൻ പറ്റില്ല മേഡം. കാര്യം പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളാം മേഡം. എങ്ങനെയെങ്കിലും വരുണ്ണെ ജാമ്യത്തിലിറക്കണം. അതിനെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒന്ന് ചെയ്യണം. ഓക്കെ മേഡം, റാം സാർ വന്നിട്ട് നേരിട്ട് പൊക്കോളൂ. പിന്നെ ഞാനതിന് ശേഷം നേരത്തെ അങ്ങോട്ട് വിളിച്ചോളാം. ശരി, താങ്ക് യു. ശ്യാമേ, അഡ്വക്കേറ്റ് എന്താ പറഞ്ഞു? ജാമ്യം എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. സിമ്പിളായിരിക്കും എന്നും പറഞ്ഞു. ശ്യാമ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അത് പറയുന്നത് കൊണ്ട് വിരോധമല്ലോ തോന്നൂ? എന്തോ ഒരു കുഴപ്പം പിടിച്ച കാര്യമാണ്. ഇല്ലെങ്കിൽ ചേച്ചി ഇങ്ങനെ മുൻകൂർ ജാമ്യം എടുക്കില്ലല്ലോ. അതെ, വരുൺ രാധികയുടെ അനിയത്തിയുടെ ഭർത്താവല്ലേ? പക്ഷെ വരുണിന്റെ കാര്യം പറയുമ്പോഴും അതിന്റെ പേരിൽ വിഷമിക്കുമ്പോഴും രാധികയുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ശ്യാമ ശ്രദ്ധിച്ചായിരുന്നു? അത് ഒരു ബന്ധുവിന് അപകടം പറ്റിയതായിട്ട് മാത്രമാണോ? എന്തോ ഒരു വ്യത്യാസം എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ചേച്ചിക്ക് മാത്രമല്ല, എനിക്കും തോന്നി. വരുൺ അറസ്റ്റിലായതിൽ വല്ലാത്തൊരു പ്രാണം പിടിച്ചിൽ പോലെ അവക്ക്, അല്ലേ? ആ, രാധികയുടെ ഒരു സ്വഭാവം വെച്ച് കുടുംബ ചുറ്റുപാടുകളും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആരോടും അങ്ങനെ തോന്നാവുന്നതേ ഉള്ളൂ. പക്ഷേ ഇതൊരിക്കലും മോളോട് ചോദിക്കാൻ പറ്റില്ല. നമ്മുടെ മനസ്സിൽ തന്നെ ഇരിക്കട്ടെ. മനസ്സിൽ തന്നെ ഇരുന്നോട്ടെ. പക്ഷേ ഇതാലോചിച്ച് കൂടുതൽ വിഷമിക്കാൻ പാടില്ല. ഇനി ഇതുപോലൊരു അവസരം വന്നാലേ നമുക്ക് ചോദിക്കാൻ പറ്റൂ. ഞാൻ ചോദിക്കുന്നില്ല, അത് ചേച്ചിക്ക് ഞാൻ വിട്ടിരിക്കുക. പോരെ? മേ കം ഇൻ സർ? വരൂ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇരിക്കും. ജാമ്യം അല്ലേ? കുറച്ച് കുഴഞ്ഞ കേസാണല്ലോ വക്കീലേ. ഞാൻ അയാളെ ചോദ്യം ചെയ്ത് തീർന്നിട്ട് പോലുമില്ല. സോ ജാമ്യത്തിൻ്റെ കാര്യം തൽക്കാലം നടക്കില്ല. എന്താണ് അയാളുടെ പേരിലുള്ള ചാർജ്? അയാളുടെ അച്ഛനെ കൊല്ലാൻ ശ്രമിച്ചു. അതിനുള്ള തെളിവ്? ആ തെളിവിന് വേണ്ടിയാണ് എനിക്ക് അയാളെ ചോദ്യം ചെയ്യേണ്ടത്. ഐ എം സോറി സർ. പോലീസ് സ്റ്റേഷനിൽ ഒരു പ്രതിയെ കൊണ്ടുവന്നിരുത്തി അയാളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിച്ചിട്ട് നിങ്ങളുണ്ടാക്കുന്ന തെളിവിന്റെ കഥകൾ ഞങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. വരുണിന്റെ കാര്യത്തിൽ അങ്ങനെ ഒന്ന് അനുവദിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട്. ആക്രമിക്കപ്പെട്ട പരമേശ്വരൻ വരുണിനെ കുറിച്ച് പരാതി പറഞ്ഞു. അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ, വരുണിന്റെ കുടുംബക്കാർ വരുണിനെ തള്ളി പറഞ്ഞു. അവർ തമ്മിൽ വൈരാഗ്യമുണ്ടെന്ന് തെളിയിക്കാൻ കൃത്യമായ എന്തെങ്കിലും അനുഭവങ്ങൾ അറ്റ്ലീസ്റ്റ് ആ വീട്ടിലെ ജോലിക്കാരനോ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിലെ ഒരാളെങ്കിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? Then how can you frame a case like this? വക്കീലേ, പഠിച്ചു വെച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്നോട് നല്ല നല്ല ചോദ്യങ്ങൾ ചോദിക്കാം. ചിലപ്പോൾ അതിനൊരു സ്ട്രെയിറ്റ് ആൻസർ എനിക്കുണ്ടാവണം എന്നില്ല. പക്ഷേ ഇതിനു മുമ്പ് നടന്ന 100 കേസുകൾ പകരമെടുത്ത് എനിക്ക് കാണിക്കാൻ പറ്റും. പോലീസിന്റെ എഫിഷ്യൻസി തെളിയിക്കാനുള്ള സിറ്റുവേഷൻസ്. മറിച്ച് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടല്ലോ സാർ. നിങ്ങൾ വളച്ചൊടിച്ച എത്രയോ കേസുകളുടെ കഥകൾ ഞാൻ പറഞ്ഞു തരണം. സോ നമുക്കത് വിടാം. എന്റെ കക്ഷി വരുണിന് ജാമ്യം കിട്ടിയേ പറ്റൂ. നടക്കില്ല. ഇതായിരിക്കും നിങ്ങളുടെ മറുപടി എന്ന് എനിക്ക് നേരത്തെ അറിയാം. സോ ഒരു കോർട്ട് ഓർഡർ കൂടി ഞാൻ വാങ്ങിയിട്ടുണ്ട്.
ഇനി ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ നോക്ക്. ഈ നാട്ടിൽ ക്രിമിനലിസം വളർത്തുന്നത് നിങ്ങളെപ്പോലുള്ളവരാണ് വക്കീലെ. പുറത്തെത്തിക്കാൻ നിങ്ങളെപ്പോലുള്ളവരുടെ മിടുക്കാണ് ഇവരുടെയൊക്കെ ആയുധം. സർ, സംശയത്തിന്റെ പേര് പറഞ്ഞ് ഒരാളെ അറസ്റ്റ് ചെയ്തു. അയാളുടെ ക്യാരക്ടർ, അയാളുടെ ലൈഫ് സ്റ്റൈൽ, അയാൾ ആരെയൊക്കെ സിൻസിയറായി സ്നേഹിക്കുന്നു, ആരെയൊക്കെ വെറുക്കുന്നു, അതൊക്കെ നോക്കേണ്ടതല്ലേ? ഏറ്റവും ചുരുങ്ങിയത് അധികാരത്തിനോടോ പണത്തിനോടോ അയാൾക്ക് താല്പര്യമുണ്ടോ എന്നൊന്ന് അന്വേഷിക്കണ്ടേ? ഉണ്ടെങ്കിൽ നിങ്ങൾ പറയും. വരുണിനെ കുറിച്ച് നിങ്ങൾ അന്വേഷിച്ചത് സത്യസന്ധമായ കാര്യങ്ങളാണെങ്കിൽ എന്റെ മുൻപിൽ നിരത്താൻ എന്തെങ്കിലും ഒരു വാദം ഉണ്ടെങ്കിൽ ഈ കോർട്ട് ഓർഡർ ഞാൻ ക്യാൻസൽ ചെയ്തിട്ട് വരുണിനെ നിങ്ങളുടെ മുൻപിൽ വിട്ടുതരാം. ഉണ്ടോ സർ? വേണ്ടടോ വക്കീലെ, തൽക്കാലം താൻ അവനെ കൊണ്ടുപോകും. അവനെയും കൊണ്ടുപോവാ. ആ വരുണെ. ഓക്കെ സാർ. വാ. ഇയാൾ തന്നെ പുറത്തിറക്കാൻ ആവശ്യമുള്ള കോർട്ട് ഓർഡറും വാങ്ങി വന്നതാ. കാര്യങ്ങൾ മുന്നേ പ്ലാൻ ചെയ്തപ്പോ ഇതുകൂടി മുന്നേ പ്ലാൻ ചെയ്തു അല്ലേ? കോർട്ട് ഓർഡറിന്റെ ബലത്തിൽ ജാമ്യത്തിൽ വിടുന്നതിന്റെ അർത്ഥം ഈ കേസിന്റെ അന്വേഷണത്തിൽ നിന്നും ഞാൻ നിന്നെ റിലീസ് ചെയ്തു എന്നല്ല. ഞാൻ നിന്റെ പുറകെ തന്നെ ഉണ്ടാവും. ഇതുപോലെ ഒരു കോർട്ട് ഓർഡറിനും തന്നെ രക്ഷിക്കാനാവാത്ത വിധം തന്നെ പൂട്ടുന്നത് വരെ. പൊക്കോ, നമുക്ക് കാണാൻ വക്കീലേ. കാണാം കാണാം. സർ. ആ, അല്ല, നിങ്ങൾ ഞാൻ അഡ്വക്കേറ്റ് റാം. എന്നെ പുറത്തിറക്കാൻ വേണ്ടി നിങ്ങൾ ആരെ ചുമതലപ്പെടുത്തിയത്? എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആണോ? അല്ല. പിന്നെ തൽക്കാലം വരുൺ പുറത്തിറങ്ങിയല്ലോ, അതൊക്കെ നമുക്ക് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം. റൈറ്ററുടെ അടുത്തുനിന്ന് ഒപ്പിട്ടിട്ട് വേണം പോവാൻ. പൊയ്ക്കോളൂ. വരൂ. വാ. ഹലോ, എന്തായി സർ? ആ, ജാമ്യം നിഷേധിക്കാൻ ഡിവൈഎസ്പി ഒരുപാട് ശ്രമിച്ചു. പക്ഷേ കോർട്ട് ഓർഡർ എടുത്ത് കൈ കൊടുത്തപ്പോൾ പിന്നെയൊക്കെ വേറൊന്നും പറയാനില്ലാതായി. വരുണിനെ വിട്ടു. താങ്ക് യു. മാഡം പറഞ്ഞതുപോലെ ആര് പറഞ്ഞിട്ടാ ഇടപെട്ടെന്നുള്ളത് വരുൺ സാറിനോട് ചോദിച്ചിരുന്നു. സാറ് മാഡത്തെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ സാറിനെ പിന്നീട് വിളിച്ചോളാം. ഓക്കെ മാഡം. ചേച്ചി, രാധിക ഒന്ന് വിളിക്കോ? മാഡം, മാഡം, ക്ലാസ്സിലായിരുന്നു രാധിക? അല്ലെങ്കിൽ അവളവിടെ വിഷമിച്ച് നിൽക്കായിരുന്നു. എന്തിനാ വിഷമിക്കുന്നത്? ആ പ്രശ്നം തീർന്നു.
വരുണിനെ പോലീസുകാർ വിട്ടു. സത്യം? എന്നെ ഇപ്പം അഡ്വക്കേറ്റ് വിളിച്ച് പറഞ്ഞതേ ഉള്ളൂ. വരുണിന്റെ പേരിൽ ഒരു ചാർജും ഇല്ല. താങ്ക് യു മാഡം. ഈ ഒരു കാര്യത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. വരുൺ പാവ, സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ആളാ. എനിക്ക് മാഡം, ഞാനെന്റെ വീട്ടിൽ പോയിക്കോട്ടെ. അവിടെ ചെന്ന് എല്ലാവരോടും പറയണം. എന്നിട്ട് ഞാൻ ഇന്ന് തിരിച്ചു വരില്ല. കുറെ നേരം ഭഗവാന്റെ മുന്നിൽ ഇരിക്കണം. മാഡത്തിനെ കൊണ്ട് ഈ ഉപകാരം ചെയ്യാൻ ഭഗവാൻ തോന്നിപ്പിച്ചല്ലോ. വരുൺ രക്ഷപ്പെട്ടല്ലോ. ഞാൻ പോയിക്കോട്ടെ. പോയിക്കോളൂ, മനസ്സമാധാനത്തോടെ പോയിക്കോളൂ. ശരി മാഡം, ഞാൻ പോവാ. നമുക്കത് കുട്ടിയോട് ചോദിക്കണം. എന്തോ അങ്ങനെ മനസ്സിൽ തോന്നിപ്പോയി. അത് ചോദിച്ചു തീർക്കാതെ പറ്റില്ലല്ലോ. അവൾ എനിക്ക് ഉമ്മ തരുന്നു, ഞാൻ ആവശ്യപ്പെടാതെ തന്നെ. ചേച്ചി, എൻ്റെ മോൾ എന്നെ ഉമ്മ വെച്ചു, എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിലെ സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുക. ഈശ്വര, കൃഷ്ണ, കൃത്യസമയത്ത് മാഡത്തിന് അങ്ങനെ സഹായിക്കാൻ തോന്നിയില്ലായിരുന്നെങ്കിൽ വരുൺ ഇപ്പോഴും പുറത്തെത്തില്ലായിരുന്നു. വരുണിനെ രക്ഷിക്കേണ്ടത് എൻ്റെ കടമ തന്നെ ആയിരുന്നില്ലേ? അതെ, എൻ്റെ കടമ തന്നെയാ. വരുണതറിയണ്ട, ആരും അതറിയണ്ട. മോളെ, ഒരുപാട് നേരമായി പൂജാമുറിയിലിരിക്കുന്നു.
വിചാരിക്കുന്ന കാര്യം ഭഗവാൻ നടത്തി തന്നാല് ഭഗവാനെ വേണ്ടോളം നമ്മൾ പൂജിക്കണ്ടേ? എന്റെ മുഖത്തൊരു സങ്കടം വന്നാല് അപ്പൊ തന്നെ ഫിദ മാഡത്തിന് അതിന് പരിഹാരം കാണണം. ഞാൻ ആ മുഖം ഇതുവരെ കണ്ടിട്ടില്ല. ആ പർദ്ദയ്ക്കുള്ളില് ഒരു ദേവിയുടെ മുഖം എന്റെ സങ്കല്പത്തില്. എന്നെങ്കിലും ഒരിക്കൽ അവരുടെ ആ മുഖം എനിക്ക് കാണണം. മുഖം മൂടിയിരിക്കുന്നത് അവരുടെ ആചാരമല്ലേ? നിർബന്ധമായിട്ട് കാണണമെന്ന് പറയാൻ നമുക്ക് അവകാശമില്ലല്ലോ. പക്ഷേ എന്നെങ്കിലും ഒരിക്കല് മാഡത്തിന്റെ മുഖം ഞാൻ കാണുക തന്നെ ചെയ്യും. മാഡം എന്നെ തൊടുമ്പോ, ചേർത്ത് പിടിക്കുമ്പോ, അമ്മ എന്നെ തൊടുമ്പോ എനിക്ക് എന്താ തോന്നുന്നേ? ശരിക്കും അമ്മയെ പോലെ തന്നെയാ. അവർക്ക് എത്ര പ്രായമുണ്ടെന്ന് എനിക്കറിയില്ല. മോളോടുള്ള അവരുടെ കരുതല് ഒരു അമ്മയുടെ വാത്സല്യം തന്നെയാ. വിഷമം തോന്നുന്ന ഒരു വാക്ക് പോലും മോളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവരുത്. അമ്മ, ഫിദ മാഡം വഴി വരുണിനെ രക്ഷിച്ചത് ഞാനെന്ന് ആരോടും പറയണ്ട കേട്ടോ. അങ്ങനെ അറിഞ്ഞാല് അതിന്റെ കാരണങ്ങൾ അന്വേഷിക്കും. അതിനെ കുറ്റം പറയാൻ ആളുകളും ഉണ്ടാവും. വേറൊന്നും പ്രതീക്ഷയല്ല ഞാനതൊക്കെ ചെയ്തത്. മനസ്സിന് വല്ലാത്തൊരു ഭാരമായിരുന്നു. കടപ്പാട് എനിക്കുണ്ടല്ലോ. വരുൺ സുഖമായിട്ട് ജീവിക്കട്ടെ. എന്റെ കൈ പിടിച്ചതിന്റെ പാപം അയാളുടെ തലയിൽ വീഴാതിരിക്കട്ടെ. അല്ലേ അമ്മേ? എന്തു പറ്റി? എന്തിനാ മോളെ നീ കരഞ്ഞത്? എന്തു പറ്റി മുത്തശ്ശി? എന്താ? പത്മിനി, നീ കാര്യം പറ. ഒരു സ്വസ്ഥതയില്ലമ്മേ. കണ്ണടച്ചൊരു ദിവസങ്ങൾ മാത്രമാണ് കാണുന്നത്. വരുണിന് എന്തോ ആപത്ത് വരാൻ പോകുന്നെന്ന് ഈശ്വരന്മാര് സൂചന തരുന്ന പോലെ. നോക്ക്, മനസ്സിൽ ആദ്യമായിട്ട് കിടന്നുറങ്ങിയിട്ടാ. ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് കൊണ്ടാവും. അച്ഛന് ഭേദമായെന്ന് ഡോക്ടർമാര് പറഞ്ഞത് കൊണ്ടല്ലേ അമ്മയോട് ഇങ്ങോട്ട് പോന്നോളാൻ ചെറിയച്ഛനും ഗൗതമും ഒക്കെ പറഞ്ഞത്. അമ്മേ, നമ്മുടെ കുടുംബത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. വരുണും അച്ഛനും തമ്മിലുണ്ടായിരുന്ന അകൽച്ച പോലും അവസാനിക്കും. പിന്നെ എന്താ അമ്മ? അതല്ല, പത്മിനി പറഞ്ഞതിലും കാര്യമുണ്ട്. കണിമംഗലത്തെ എന്തോ ഒരു പ്രശ്നം വന്ന് കയറിയിട്ടുണ്ട്. ഓരോരുത്തരെയായി അത് ബാധിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട്. കുടുംബ ജോത്സ്യരെ വിളിപ്പിച്ചിട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ടും കാലം കുറയായി. നാളെ തന്നെ ജോത്സ്യരെ ഒന്ന് വിളിപ്പിക്കണം. എന്തെങ്കിലും പരിഹാരങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുകയാവും. ജോത്സ്യം വന്ന് കേറിയാലേ ഇനിയിപ്പൊ പ്രശ്ന പരിഹാരങ്ങളുടെ ഘോഷയാത്രയായിരിക്കും. അയാൾക്ക് കോളടിക്കുന്ന കാര്യമാണല്ലോ. നിനക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ കൽപ്പനെ.
നീ പൊയ്ക്കോ. ഇതേ ഞങ്ങൾ മുതിർന്നവർ തമ്മിൽ തീരുമാനിച്ചോളാം. ഞാൻ വല്ലാതെ പേടിച്ചു പോയമ്മേ. സാരമില്ല, ഇനി തനിച്ച് കിടക്കണ്ട. ഞാൻ നിന്റെ കൂടെ കിടന്നോളാം. വേണ്ടമ്മേ, അമ്മ പൊയ്ക്കോ. വേണ്ടടി, എന്തായാലും നാളെ നേരം വെളുത്ത് ജോത്സ്യം വരട്ടെ. സൂചന തന്ന ദൈവം പരിഹാരവും കാണിച്ചു തരും. തന്നിരിക്കുന്ന ജാതകക്കാരന്റെ നക്ഷത്രം വെച്ച് പരിശോധിക്കുമ്പോൾ കാര്യങ്ങളെപ്പം അപകടത്തിലേക്കാണല്ലോ ഭാരതിയമ്മേ.